നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കുറച്ച് ഈവൻസിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നിരുന്നു. അപ്പോൾ അതിൻ്റെ വാഷിങ്ങും കാര്യങ്ങളെല്ലാം ഇന്ന് സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ അതിൻ്റെ രീതികളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത്. ഇതെല്ലാം ഇന്നലെ നമുക്ക് വാഷിങ്ങിന് വേണ്ടി വന്നിരിക്കുന്ന ഡ്രസ്സുകളാണ്, തുണികളാണ്. ഇത് ഇന്ന് വാഷിങ്ങും കാര്യങ്ങളെല്ലാം നടക്കും. ഇപ്പോൾ ഓരോ ഈവൻസിൻ്റെ വർക്കുകൾ നമ്മൾ ഫിനിഷ് ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇതെല്ലാം നാളെ ഡെലിവറി പോകാനായിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഇതെന്ന് പറയുന്നത് ഹോട്ടൽ റൂംസിൻ്റെ വർക്കാണ്. ഹോട്ടൽ റൂംസിൻ്റെ വർക്ക് വാഷ് ചെയ്ത് ഇപ്പോൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്, വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇതെന്ന് പറയുന്നത് നമുക്കുള്ള ഈവൻസുകാരുടെ തന്നെ യൂണിഫോംസ് എല്ലാം അയൺ ചെയ്ത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. തുണികളെല്ലാം ഇപ്പോൾ ഇവിടെ നിന്ന് എടുത്തു തുടങ്ങി. ഇത് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് അവിടെ കൊണ്ടുപോയിട്ട് എല്ലാം സെപ്പറേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ കളറുകളനുസരിച്ചിട്ട് ഐറ്റംസ് സെപ്പറേറ്റ് ചെയ്യുന്നതാണിത്. ഇതിൻ്റെ അകത്ത് കച്ചടയും കാര്യങ്ങളും മേലെയും എല്ലാം ഉണ്ടാകും കേട്ടോ. ഇതൊക്കെ ഇവർക്ക് ക്ലിയർ ചെയ്യണം, എന്നിട്ട് വേണം ഇതെല്ലാം വാഷിങ്ങിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഓരോരോ കളറ് വെച്ചിട്ട് ഓരോ മെറ്റീരിയലിൻ്റെ ഇതനുസരിച്ച് സാറ്റിനും പോളിസ്റ്ററും കോട്ടണും അങ്ങനെയൊക്കെ നോക്കിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് അവർ മാറ്റുക ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് എല്ലാവരും സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിൻ്റെ അകത്ത് ഇപ്പോൾ വന്നിരിക്കുന്ന ഐറ്റംസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ മഞ്ഞ കളറിൽ കാണുന്നതെല്ലാം യൂണിഫോം ഷർട്ട്സാണ്. ഈ വൈറ്റ് ഷർട്ട്സ് യൂണിഫോം ഷർട്ടാണ്. ഇതിൻ്റെ അകത്തെല്ലാം നല്ല അടിപൊളി സ്റ്റെയിൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ റെഡ് കളറിൽ കാണുന്നതെല്ലാം നാപ്കിൻസാണ്. പിന്നെ യെല്ലോ കളറ്, ആ പീച്ച് കളറെല്ലാം ടേബിളിൻ്റെ മുകളിലിടുന്ന സാധനങ്ങളൊക്കെയാണ്. പിന്നെ ഇതൊക്കെ സൈഡ് കർട്ടൻസ്. പിന്നെ ഇതിൻ്റെ അകത്ത് ഈ ബ്ലാക്ക് കളറിൽ കാണുന്നത് ഏപ്രൺ, പിന്നെ ടേബിളിൻ്റെ പൊക്കത്തുള്ള ബ്ലാക്ക് കളർ തുണി, പിന്നെ സൈഡിലുള്ള തിരമാല കർട്ടൻ, അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്തുള്ളത്. പിന്നെ പ്രിൽസ് അങ്ങനെയുള്ള. അപ്പോൾ ഇതുപോലത്തെ ലോണ്ട്രി സംബന്ധമായിട്ട് ഈവൻസുകാർക്ക് വേണ്ട എന്തെങ്കിലും വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ വിളിച്ചാൽ മതി. നമ്പർ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് ഈവൻസിൻ്റെ മാത്രം വർക്കല്ല ഞങ്ങൾ ചെയ്യുന്നത്, ഡെക്കറേഷൻ ടീംസിൻ്റെ ചെയ്യുന്നുണ്ട്, ഹോട്ടൽ റൂംസിൻ്റെ ചെയ്യുന്നുണ്ട്, പിന്നെ വീടുകളിൽ നിന്നുള്ള കർട്ടൻ വർക്കും കാർപ്പറ്റ് വർക്കുകളും ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഐറ്റംസ് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് നമ്മൾ കൗണ്ടിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് ഗൈസ്. അപ്പോൾ വീണ്ടും ഒന്നും കൂടി ഇവർ സാധനങ്ങളൊക്കെ തരംതിരിച്ച്, ഇതിപ്പോൾ ഹോട്ടലിലേക്ക് പോകാനുള്ള ബാത്ത് ടവലും കാര്യങ്ങളൊക്കെ മടക്കുന്നതാണ് കേട്ടോ. നമുക്ക് ചെറിയൊരു കുഞ്ഞ് സ്റ്റാഫിനെയും കൂടി കിട്ടിയിട്ടുണ്ട്. അവൻ ചെയ്യുന്നത് കണ്ടോ, അവൻ ഇവിടെ ഇരിക്കുന്ന നമ്മുടെ ഒപ്പമുള്ള ഒരു സ്റ്റാഫിൻ്റെ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. അവൻ ഇവർ ചെയ്യുന്നത് കണ്ട് പഠിച്ച് അവൻ ഇപ്പോൾ സ്വന്തമായിട്ട് അത് മടക്കാൻ തുടങ്ങി കേട്ടോ. അത് കണ്ടോ, പുള്ളിക്കാരൻ അതിൻ്റെ കറക്റ്റ് ലെവലൊക്കെ പിടിച്ച് നാല് മൂലയും കറക്റ്റ് ആക്കിയിട്ടാണ് പുള്ളിക്കാരനെ മടക്കണത്. നോക്കി എന്ത് പെർഫെക്റ്റ് ആയിട്ടാണ് പുള്ളിയെ ചെയ്യണേന്ന് നോക്കി. അടിപൊളി. പുള്ളി അത് മടക്കി അവിടെ വെക്കുവാണ്ടോ, അടിപൊളി. ഇപ്പോൾ ഐറ്റത്തിൻ്റെ ലിസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഓരോ ഐറ്റംസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എണ്ണം പിടിക്കുവാണേ. ഇതേപോലെ നമ്മൾ എണ്ണം എടുക്കുന്നു, എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽ ലിസ്റ്റ് എഴുതിയതിന് ശേഷമാണ് നമ്മൾ വാഷിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ കയറ്റുക. അപ്പം മാക്സിമം ആൾക്കാരുടെ സാധനങ്ങൾ മിക്സായി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ലിസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഇതിപ്പോൾ അടുത്ത സെറ്റ് തുണി വാഷ് ചെയ്യുന്നതിന് മുമ്പ് മിഷൻ മൊത്തം പ്രീ വാഷ് ചെയ്യുന്നതാണ് കേട്ടോ. അതിൻ്റെ അകത്തുള്ള കെമിക്കലിൻ്റെ അംശം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് ന്യൂട്രലൈസർ ഇട്ട് നമ്മൾ ഫസ്റ്റ് പ്രീ വാഷ് ചെയ്തതിന് ശേഷമാണ് അടുത്ത സെറ്റ് വർക്ക് കയറ്റത്തുള്ളൂ. നമുക്കിപ്പോൾ ഇതാണ് നമുക്ക് വാഷിങ്ങിലേക്ക് ഉപയോഗിക്കുന്ന മെഷീനുകളൊക്കെ. നമുക്ക് 2 സെറ്റ് വാഷിംഗ് മെഷീനും ഒരു സ്പിന്നറും, 2 സ്പിന്നറും 2 ഡ്രയറുമാണ് നമ്മുടെ പ്ലാന്റിലുള്ളത് കേട്ടോ. തുണികളെല്ലാം നേരെ മെഷീനിലേക്ക് ലോഡ് ചെയ്യുകയാണ് കേട്ടോ. ലോഡ് ചെയ്യുന്നു, ഇനി അതിൻ്റെ അകത്തുള്ള കെമിക്കൽസും കാര്യങ്ങളെല്ലാം ഇട്ട് വാഷിംഗ് പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കും. പിന്നെ അതിനുശേഷം ഈ രണ്ടാമതിരിക്കുന്ന ഈ മെഷീനിലേക്കാണ്, അത് സ്പിന്നർ എന്നാണ് പറയുന്നത്. വെള്ളമൊക്കെ ഇവിടെ എല്ലാം വാഷിങ്ങും സ്പിന്നിങ്ങും ഉണക്കുന്നതെല്ലാം സെപ്പറേറ്റ് മെഷീനാണ്. പല യൂണിറ്റുകളിലും പല രീതിയിലാണ്. നമുക്കിപ്പോൾ ഇതെല്ലാം ഇവിടെ സെപ്പറേറ്റ് ആയിട്ടുള്ള മെഷീനാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അതിൽ ആഡ് ചെയ്യേണ്ട ഡിറ്റർജൻസും കാര്യങ്ങളെല്ലാം ആഡ് ചെയ്തു വാഷിങ് സ്റ്റാർട്ടായി. ഇതിങ്ങി വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ അടുത്ത ഈ മെഷീനിലിട്ട് ഇതിൻ്റെ വെള്ളം സ്പിൻ ചെയ്ത് കളയുക ചെയ്യുന്നത്. വെള്ളം മുഴുവൻ സ്പിൻ ചെയ്ത് കളഞ്ഞതിന് ശേഷം നേരെ നമുക്ക് പിന്നെ നേരെ ഡ്രയറിലേക്ക് പോവുക ചെയ്യുന്നത്.
ഇതാണ് ഡ്രയർ. ഈ ഡ്രയറിലേക്ക് ഇട്ടിട്ട് നമ്മുടെ തുണി കാര്യങ്ങളെല്ലാം ചൂടാക്കി എടുക്കുന്നു. പിന്നെ അതിന് ശേഷം ജസ്റ്റ് ഫോൾഡിങ് ഉള്ളൂ. ഈവൻസിൻ്റെ ക്ലോത്ത്സ് നമുക്ക് അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. അവരുടെ യൂണിഫോംസ് മാത്രം അയൺ ചെയ്താൽ മതി. പിന്നെ ഇപ്പോൾ ഹോട്ടലിലേക്ക് പോകാനുള്ള സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാൻ തുടങ്ങി കേട്ടോ. ഇതൊക്കെ എണ്ണം എടുത്ത് പുള്ളിക്കാരൻ എല്ലാ ഐറ്റംസും ചാക്കിലാക്കി തുടങ്ങി. അപ്പോൾ പ്ലാന്റിലെ വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത ഡെലിവറിയും കാര്യങ്ങളൊക്കെ പോകാൻ സമയമായി. അപ്പോൾ ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം തന്നെ വീണ്ടും കാണാം. ഓക്കെ, ബൈ.